പിന്നല്ലേ നിങ്ങളും കഴിക്കുന്നത്? മനസ്സ് അറിഞ്ഞ് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഒക്കെ നമ്മൾ നന്നായിട്ട് കഴിക്കണമുണ്ട്. ഞാനിതുവഴി പോകുമ്പോഴൊക്കെ ഇച്ചിരി കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടേ പോകാറുള്ളൂ. വല്ലപ്പോഴും വലിയ ജ്യൂസെന്നൊക്കെ വരുമ്പോഴത്തേക്ക് കാശില്ലെങ്കിലും തരുമായിരിക്കും. നമസ്കാരം, ഇത് നമ്മുടെ കൊല്ലമ്പുഴ മണിച്ചേച്ചിയുടെ കടയാണ്. മണിച്ചേച്ചി പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇവിടെ വരുമ്പോൾ ഒറ്റ ഹോട്ടലോട് വേറെ ഹോട്ടലൊന്നുമില്ല. ചേച്ചി എന്തായി? ചോറെന്തായി? എന്താ ഊറ്റാറായി. അപ്പോൾ ചേച്ചി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവർക്കും ഇതുവഴി കടന്നു പോകുന്ന എല്ലാവർക്കും നല്ല ഫുഡ്, നല്ല ഹോംലി ഫുഡ് കിട്ടുന്നൊരു സ്ഥലം കൂടിയാണ്. ഒരു കുഞ്ഞു കടയാണ്, ചെറിയൊരു കടയാണ്. ചേച്ചിയും മരുമകളും ഒക്കെ ആയിരുന്നു. മരുമകളപ്പം ഇല്ലേ ചേച്ചി? മരുമകൾക്ക് വേറെ കടയിട്ടു, ചെറിയൊരു കടയിട്ട് കച്ചവടയിൽ അങ്ങനെ അത് കച്ചവടം ചെയ്യും. അപ്പോൾ ചേച്ചി മാത്രമേ ഉള്ളൂ? ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും സഹായിക്കാൻ. ഇനിയിപ്പോൾ 2 മാസം കഴിഞ്ഞിട്ട് ഒരാളും കൂടെ വിളിക്കണം, അപ്പോഴേ കച്ചവടം. ഒറ്റയ്ക്കാണ് എല്ലാ സംഭവം. ചോറ് വയ്ക്കുക, കറി ഉണ്ടാക്കുക, എല്ലാം അല്ലേ? കാപ്പി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങൾ മുമ്പും പറയുന്നുണ്ട്, നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു കടകളാണ് തിരക്കി പിടിച്ച് പോകുന്നത്. നല്ല ഫുഡ്, നല്ല ടേസ്റ്റി ഫുഡ്, നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് കുറഞ്ഞ വിലയിൽ കിട്ടുന്ന കടകളാണ്. ഇവിടെ ഊണത്ര കൊടുക്കുന്നത്. ഇവിടെ മീൻ വറുത്തതും ചോറും കൂടെ 100 രൂപ. 100 രൂപ. ചിക്കൻ ബീഫ് റോസ്റ്റ് 110. അടിപൊളി റോസ്റ്റ് ആണെന്ന് അറിയാലോ? അറിയാം, ഞാൻ കഴിച്ചിട്ടുള്ളത്. ബിരിയാണി 120. ചിക്കൻ ബിരിയാണി അല്ലേ? ചിക്കൻ ബിരിയാണി 120 രൂപ. അപ്പോൾ എന്തായാലും നമുക്ക് അറിയാവുന്ന സ്ഥലങ്ങളും നമ്മൾക്ക് ഭക്ഷണം കഴിച്ചിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമേ നമ്മൾ പുറത്ത് കാണിക്കാറുള്ളൂ. അതാണ് ചേച്ചിയുടെ കട കാണിക്കുന്നത്. വർഷങ്ങളായി ചേച്ചി അറിയാം. ഞാനിതുവഴി പോകുമ്പോഴൊക്കെ ചേച്ചിയുടെ കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടേ പോകാറുള്ളൂ. വല്ലപ്പോഴും വലിയ ജ്യൂസെന്നൊക്കെ വരുമ്പോഴത്തേക്ക് കാശില്ലെങ്കിലും തരുമായിരിക്കും. ചോറെന്തായി? വേവാറായി. ഊറ്റണ്ടേ? ഇപ്പോൾ ഊറ്റാൻ പോവേണോ? ഓ, ഇത്രയും ചോറൊക്കെ ഇവിടെ ചിലവാകുമോ? നമുക്കിവിടെ 10 കിലോ അരി പോകും. ഇപ്പൊ ഒത്തിരി ഇതായോണ്ട് ആള് വരാ സമയം ആയുള്ളൂ. ജോലിക്കാരൊക്കെ കുറവാണ് ഇപ്പൊ. അപ്പൊ അതുകൊണ്ട് അതനുസരിച്ചേ ഇടുള്ളൂ. പഴങ്കഞ്ഞിയുണ്ട്. ഞാൻ സഹായിക്കണോ? അത് സഹായിക്കണ്ട, ഞാൻ സഹായിക്കും. എങ്ങനെ ഒരു അത്രയും വെള്ളമുള്ളല്ലേ? ഓ, നിങ്ങൾ തവി കൊണ്ട് കോരിടുമല്ലേ? ഞാൻ വിചാരിച്ച കലം മൊത്തം എടുക്കുമെന്ന് വിചാരിച്ചോണ്ടാ. ഞാൻ വിചാരിച്ച കലം പൊക്കി ഇവിടെ വയ്ക്കണ്ടേ. ഇതിപ്പോൾ ഇങ്ങനെ എന്നിട്ട് എങ്ങോട്ട് ഇടും അല്ലേ? ആ, ശരി. അടിപൊളി. ഇപ്പം എന്തായാലും ഇവിടുന്ന് ഒരു ഊണ് വാങ്ങണം. അപ്പം മീൻ വെച്ചിട്ട് പോയാണല്ലേ? നെത്തോലി ചേച്ചി? നെത്തോലി അല്ലേ? നെത്തോലി ഒരു ചെറിയ മീനല്ല. നെത്തോലി ഫ്രൈക്ക് എത്ര കൊടുക്കുന്നത്? ഇപ്പം മീൻ കിട്ടണുണ്ടോ? കാരണം കടൽക്ഷോഭവും കാര്യങ്ങളൊക്കെ അല്ലേ? ആ, പിന്നെ ഈ ചാള അല്ലേ? ചാള ഇത് തന്നെയല്ലേ നിങ്ങളും കഴിക്കുന്നത്? ചേച്ചിയുടെ കയ്യിൽ വല്ല പൊടിയും ഉണ്ടോ? മീൻസ് ഞാൻ ഇന്നലെയൊക്കെ ഷൂട്ട് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ആയിട്ട് പറഞ്ഞ ചില രഹസ്യങ്ങളുണ്ട്, പറഞ്ഞില്ലെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, മസാല, മുളക് പൊടി, മഞ്ഞപ്പൊടി അങ്ങനെയുള്ളതെല്ലാം ചേർത്താണ്. വെളിച്ചെണ്ണ വാങ്ങിക്കാൻ പറ്റണുണ്ടോ? വെളിച്ചെണ്ണ 430 രൂപ 440 രൂപയും കണ്ട് വെളിച്ചെണ്ണ വില. വെളിച്ചെണ്ണ വാങ്ങിക്കാൻ പറ്റുന്നതാണ് ചോദിച്ചത്. ഇതൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെ ഭരിക്കുന്ന അറിയാം. കാരണം അതും താങ്ങത്തില്ലാക്കും, അല്ലെങ്കിൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം 440 രൂപ വെളിച്ചെണ്ണ നമുക്ക് തന്നെ വാങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം നമ്മളെ ശമ്പളം എത്രയാണ്, ആ ശമ്പളം കൊണ്ട് എന്തൊക്കെ വാങ്ങാൻ പറ്റും? എല്ലാത്തിനും വില കൂടുതലാണ്. ഈ വെളിച്ചെണ്ണയൊക്കെ ഇത്രയും വില കൂടുന്ന എന്തിനു വെച്ച് ഇത്രയും വില കൂടുന്ന? നമുക്കറിയാൻ പറ്റും. തേങ്ങയ്ക്ക് തന്നെ ഇപ്പോൾ 90 രൂപയാണ് 1 കിലോ. പിന്നെ ഇവിടെ ചമ്മന്തിക്കറി രാവിലെ അപ്പം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കേരം നിന്നും കേരള നാടെന്നാണ് പറയുന്നത്. ഇവിടെ തേങ്ങയില്ലേ, പിന്നെ വേറെ എവിടെ തേങ്ങ ഉണ്ടാവും? തമാശയായിട്ട് വേണമെങ്കിൽ പോലും വിഷയമാണ്. ആരൊക്കെയോ എവിടേക്കോ എന്തൊക്കെയോ പൂഴ്ത്തി വയ്ക്കുന്നുണ്ട്. കാരണം വെളിച്ചെണ്ണയ്ക്ക് 440 രൂപ വില. തേങ്ങ കിട്ടാല്ല. തേങ്ങയുടെ അത്രയും വിലയുണ്ട് തേങ്ങയ്ക്ക്. ഒരു തേങ്ങയൊക്കെ വാങ്ങിയാൻ പോയി കഴിഞ്ഞാൽ 50 രൂപ 60 രൂപ.
ഇങ്ങനെ ബേസിക്സ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളൊന്നും നമ്മുടെ സമൂഹ മാധ്യമങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങളും ശ്രദ്ധിക്കുന്നില്ല വാസ്തവം. അവരൊക്കെ വലിയ വലിയ കാര്യങ്ങളുടെ പുറകെ പോവുകയാണ്. പക്ഷേ നമ്മുടെ കോമൺ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ ബേസിക്സ് ഫാമിലിയൊക്കെ പിന്നെ സഹിക്കുന്നവരുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വെളിച്ചെണ്ണ ആയാലും തേങ്ങയായാലും അരിയായാലും ആഹാരമായാലും എന്തായാലും നമുക്ക് ഭക്ഷണമാണ് ഏറ്റവും പ്രധാനം. ആ ഭക്ഷണം ഇത്രയും വില ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റുക? നമ്മുടെ കേരളത്തിലില്ലാത്ത തന്നെ ഭക്ഷ്യോൽപാദനം ഇല്ല, എല്ലാം ഇറക്കുമതിയാണ്. കൊപ്ര അവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നില്ലെന്ന് പറയുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ കേരളം നാട്ടിൽ ഇവിടെ കൊപ്രയ്ക്ക് ഇവിടെ എനിക്കറിയില്ല ആര് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അന്വേഷിക്കേണ്ടതൊക്കെ ഭരണകൂടമാണ് അല്ലേ ചേച്ചി? പലയിടത്തു നിന്നും ഞാൻ ചോറ് വാങ്ങുമ്പോഴത്തേക്ക് എനിക്ക് പരിപ്പ് കിട്ടാറില്ല. പക്ഷേ ചേച്ചിയുടെ പ്രത്യേകത പരിപ്പും പപ്പടവും എനിക്ക് തരും ഇല്ലേ ചേച്ചി? ഇത് കടുവറുക്കാൻ പോകുന്നേ ഉള്ളൂ അല്ലേ? പരിപ്പായോ? ഇന്ന് പരിപ്പില്ലേ? ഞാൻ നിങ്ങളെ പറ്റി പോക്കി പറഞ്ഞ പരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് പരിപ്പില്ലേ ഇന്ന്? ആ പിന്നെ അവിയലും സലാഡുണ്ടല്ലേ? ആ ഇതെന്താ ചേച്ചി? തോരൻ. ഓക്കെ ഓക്കെ. തോരനുണ്ട്, സലാഡുണ്ട്, അവിയലുണ്ട്, പിന്നെ പുളിശ്ശേരി ആയിട്ടുണ്ട്, കടുവറുത്തിട്ടില്ല. ഇതെല്ലാം അങ്ങനെ ഇരിപ്പുണ്ട്. കാരണം ഇവിടെയൊന്നും ഈ ഭക്ഷണം തീരുമ്പം അടയ്ക്കുന്ന ഹോട്ടലാണ്. അങ്ങനെയുള്ള ഹോട്ടലാണ് നമുക്ക് വിശ്വാസം. നമുക്കത് അവരൊന്നും പിറ്റേ ദിവസത്തേക്ക് വയ്ക്കത്തില്ല. ഭക്ഷണം എപ്പോൾ കഴിയുന്നു അപ്പോൾ ഹോട്ടൽ ക്ലോസ് ചെയ്യും. അങ്ങനത്തെ ഒരു ചേച്ചിയാണ്. നമുക്കെപ്പോഴും ഭക്ഷണം തരുന്ന ചേച്ചിയാണ്. പിന്നെ കാശില്ല എന്നാൽ പോലും ചേച്ചി പറയും കൊണ്ടുപോടാ മക്കളെന്ന് പറയും. അങ്ങനത്തെ ചേച്ചിയാണ്. ചേച്ചി ഇപ്പോൾ ചോറപ്പാവും? ആ ശരി. ഏതായാലും ചേച്ചി ഈ കട ശരിക്കും പറഞ്ഞാൽ കൊല്ലമ്പുഴയാണ്. കൊല്ലമ്പുഴ നമ്മുടെ ദേശീയപാതയുടെ പണി നടക്കുന്നുണ്ട്. ആ ദേശീയപാതയുടെ തൊട്ടടുത്താണ് ഈ കട. ഒരു പക്ഷേ ദേശീയപാത വരുമ്പോഴത്തേക്ക് ഇവിടെ കാണുക ചേച്ചി ഒറ്റയാൾ പോരാട്ടമാണ്, വേറെ ആരുമില്ല. മരുമോനും മരുമോളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അവരൊന്നും കാണാനില്ല. അവരൊക്കെ വേറെ ഹോട്ടലോട് തുടങ്ങുന്ന പറയുന്നത്. എന്തായാലും ഒറ്റയാൾ പോരാട്ടമാണ്, വേറെ ആരുമില്ല. ഒറ്റയ്ക്കാണ് ചേച്ചി. മനസ്സ് എറിഞ്ഞ് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഒക്കെ നമ്മൾ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. ബിസിനസ്സിന് വേണ്ടി ക്യാമറ അനീഷിനൊപ്പം ശ്രീത്തുമായ സൈനിക.